പരീക്ഷയില്ലാതെ റെയിൽവേയിൽ ജോലിയായാലോ? 10ാം ക്ലാസ് മാത്രം മതി. 1113 ഒഴിവുകൾ. ഇന്ത്യൻ റെയിൽവേയിൽ നിങ്ങളുടെ കരിയർ ആരംഭിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? ഇതാ നിങ്ങളുടെ അവസരം. വെൽഡർ, ടർണർ, ഫിറ്റർ, ഇലക്ട്രീഷ്യൻ തുടങ്ങി നിരവധി തസ്തികകൾ വാഗ്ദാനം ചെയ്യുന്ന സൗത്ത് ഈസ്റ്റേൺ സെൻട്രൽ റെയിൽവേയിൽ അതിൻ്റെ അപ്രന്റീസ്ഷിപ്പ് പ്രോഗ്രാമിനായി അപേക്ഷകൾ സ്വീകരിക്കുന്നു. ആകെ 1113 ഒഴിവുകൾ ലഭ്യമാണ്. 15നും 24നും ഇടയിൽ പ്രായമുള്ള യുവാക്കൾക്ക് റെയിൽവേ വ്യവസായത്തിൽ വിലപ്പെട്ട വൈദഗ്ധ്യവും അനുഭവവും നേടാനുള്ള മികച്ച അവസരമാണിത്. യോഗ്യത നേടുന്നതിന് അപേക്ഷകർ അവരുടെ 10ാം ക്ലാസ് വിദ്യാഭ്യാസം പൂർത്തിയാക്കുകയും ബന്ധപ്പെട്ട ട്രേഡിൽ അവരുടെ ITIയിൽ കുറഞ്ഞത് 50% മാർക്ക് നേടുകയും വേണം. +2 അല്ലെങ്കിൽ തത്തുല്യ വിദ്യാഭ്യാസവും ആവശ്യമാണ്. അപേക്ഷാ പ്രക്രിയ പൂർണ്ണമായും ഓൺലൈനും സൗജന്യവുമാണ്. താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് സൗത്ത് ഈസ്റ്റേൺ സെൻട്രൽ റെയിൽവേ വെബ്സൈറ്റ് സന്ദർശിച്ച് കൂടുതൽ അറിയാനും സമയപരിധി മെയ് 1 മുമ്പ് അപേക്ഷിക്കാനും കഴിയും. ഇന്ത്യയിലെ ഏറ്റവും വലിയ റെയിൽവേ നെറ്റ്വർക്കുകളിൽ ഒന്നുപയോഗിച്ച് നിങ്ങളുടെ കരിയർ കുതിച്ചുയരാനുള്ള ഈ സുവർണാവസരം നഷ്ടപ്പെടുത്തരുത്. ഇപ്പോൾ അപേക്ഷിക്കുക. അപ്ലൈ ലിങ്ക്, നോട്ടിഫിക്കേഷൻ ലിങ്ക് ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ട്. RBI റിക്രൂട്ട്മെൻറ്റ് 2024. മണിക്കൂറിന് 1000 രൂപ. പരീക്ഷയില്ല, അഭിമുഖം മാത്രം. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ കരാറടിസ്ഥാനത്തിൽ മെഡിക്കൽ കൺസൾട്ടൻറ്റ് MC അപേക്ഷകൾ ക്ഷണിക്കുന്നു. ഈ തസ്തികയിലേക്ക് അവർ ഉയർന്ന ശമ്പളം വാഗ്ദാനം ചെയ്യുന്നു. താൽപ്പര്യമുള്ള യോഗ്യരായ ഉദ്യോഗാർത്ഥികൾക്ക് ഉടൻ അപേക്ഷിക്കാം. കൂടുതൽ വിശദാംശങ്ങൾ നോക്കാം. പോസ്റ്റിൻ്റെ പേര് മെഡിക്കൽ കൺസൾട്ടൻറ്റ് MC. ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാനുള്ള യോഗ്യതയും പരിചയവും അപേക്ഷകന് മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ അലോപ്പതി സമ്പ്രദായത്തിൽ അംഗീകൃത ഏതെങ്കിലും സർവകലാശാലയുടെ MBBS ബിരുദം ഉണ്ടായിരിക്കണം. ജനറൽ മെഡിസിനിൽ ബിരുദാനന്തര ബിരുദമുള്ളവർക്കും അപേക്ഷിക്കാം. അപേക്ഷകന് കുറഞ്ഞത് 2 വർഷത്തെ യോഗ്യതാനന്തര പരിചയം ഉണ്ടായിരിക്കണം. ഈ തസ്തികയുടെ ശമ്പളം തിരഞ്ഞെടുക്കപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്ക് മണിക്കൂറിന് 1000 രൂപ പ്രതിഫലം ലഭിക്കും. തെരഞ്ഞെടുപ്പ് പ്രക്രിയ അഭിമുഖത്തിലൂടെയാണ് തെരഞ്ഞെടുപ്പ്. ഈ റിക്രൂട്ട്മെൻറ്റിന് എങ്ങനെ അപേക്ഷിക്കാം? യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ സീൽ ചെയ്ത കവറിൽ അപേക്ഷ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന വിലാസത്തിൽ പോസ്റ്റ് വഴി അയക്കണം. സീൽ ചെയ്ത കവറിൽ ആപ്ലിക്കേഷൻ ഫോർ ദി പോസ്റ്റ് ഓഫ് മെഡിക്കൽ കൺസൾട്ടൻറ്റ് ഓൺ കോൺട്രാക്ട് ബേസിസ് വിത്ത് ഫിക്സ്ഡ് ഹർലി റെമ്യൂണറേഷൻ എന്ന് സ്ക്രൈബ് ചെയ്തിരിക്കണം. അപേക്ഷിക്കാനുള്ള അവസാന തീയതി 9/5/2024. പ്രധാനപ്പെട്ട ലിങ്കുകൾ ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ട്. കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഫിഷറീസ് ആൻഡ് ഓഷൻ സ്റ്റഡീസ് കൊച്ചി സ്വിമ്മിംഗ് ഇൻസ്ട്രക്ടർ നീന്തൽ പരിശീലകൻ തസ്തികയിൽ ദിവസവേതന അടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നു. ഒഴിവ് 10. യോഗ്യത ഏതെങ്കിലും വിഷയത്തിൽ ബിരുദം. 2. സ്പോർട്സ് കോച്ചിങ്ങിൽ നീന്തലിൽ സർട്ടിഫിക്കറ്റ് കോഴ്സ്. ശമ്പളം 50,000 രൂപ. ഇൻ്റർവ്യൂ തീയതി ഏപ്രിൽ 19. നോട്ടിഫിക്കേഷൻ ലിങ്ക് കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ട്. കേരള PSSC റിക്രൂട്ട്മെൻറ്റ് 1,53,000 രൂപ വരെ ശമ്പളം. ബിരുദധാരികൾക്ക് അവസരം. കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ഇൻഡസ്ട്രീസ് എക്സ്റ്റൻഷൻ ഓഫീസർ തസ്തികയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. യോഗ്യരായ ഉദ്യോഗാർത്ഥികൾക്ക് ഉടൻ അപേക്ഷിക്കാം. യോഗ്യത, ശമ്പളം, സെലക്ഷൻ മോഡ് തുടങ്ങിയ മറ്റ് വിശദാംശങ്ങൾ നോക്കാം. തസ്തികയുടെ പേര് ഇൻഡസ്ട്രീസ് എക്സ്റ്റൻഷൻ ഓഫീസർ. ഒഴിവുകളുടെ എണ്ണം പ്രതീക്ഷിക്കുന്ന ഒഴിവുകൾ. പ്രായപരിധി അപേക്ഷകരുടെ പ്രായപരിധി 18നും 36നും ഇടയിലാണ്. അവർ 2/1/1988നും 1/1/2006നും ഇടയിൽ ജനിച്ചവരായിരിക്കണം. യോഗ്യത എഞ്ചിനീയറിംഗിൻ്റെ ഏതെങ്കിലും ശാഖയിൽ ബിരുദം. ശമ്പളം
തിരഞ്ഞെടുക്കപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്ക് 1,53,000 രൂപ വരെ ശമ്പളം നൽകും. എങ്ങനെ അപേക്ഷിക്കാം? ഉദ്യോഗാർത്ഥികൾക്ക് KPSC ഔദ്യോഗിക വെബ്സൈറ്റിൽ നിന്നും വൺ ടൈം രജിസ്ട്രേഷൻ വഴി ഓൺലൈനായി അപേക്ഷിക്കാം. രജിസ്ട്രേഷന് ശേഷം അപേക്ഷകർ അവരുടെ സ്വന്തം വെബ്സൈറ്റിൽ നിന്ന് അവരുടെ യൂസർ ഐഡിയും പാസ്വേഡും ഉപയോഗിച്ച് അപേക്ഷിക്കണം. അപേക്ഷകർ ഓൺലൈൻ അപേക്ഷയുടെ പ്രിൻ്റ് ഔട്ട് എടുത്ത് സൂക്ഷിക്കണം. പ്രധാനപ്പെട്ട തീയതികൾ: അപേക്ഷിക്കേണ്ട അവസാന തീയതി 2/5/2024. പ്രധാനപ്പെട്ട ലിങ്കുകൾ ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ട്. സോ ഫ്രണ്ട്സ്, ഇതുപോലുള്ള വീഡിയോസിനായി വലിയ അറിവുകൾ തരുന്ന നിങ്ങളുടെ ജീവിതത്തിനും വളരെ മുതൽക്കൂട്ടാവുന്ന വീഡിയോകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും.